എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. പ്രാർത്ഥന എം.ടിയോടൊപ്പമുണ്ട്. ഒരു കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വിശ്വസാഹിത്യകാരൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നവരിൽ ഒന്നാമനായി എനിക്ക് എം.ടിയെ പറ്റി തോന്നുന്നു. സാഹിത്യം വഴി ഒരു സമൂഹത്തിൻ്റെ, ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി, നായകനായി മാറാൻ സാധിക്കും. പക്ഷെ അത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സാംസ്കാരിക രംഗത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാരും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലും ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയുമില്ല, എന്നാൽ കൂടുതലായി മറ്റൊന്നും സംഭവിച്ചിട്ടുമില്ല. എന്താണ് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിൻ 6:30 മണിയോടുകൂടി പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും 2 തവണയാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ അവർ മെഡിക്കൽ ബുള്ളറ്റിനായി 2 തവണ നൽകി. രാവിലെ ആണ് ആദ്യമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് എം.ടി. ഉള്ളതെന്നും എല്ലാ തരത്തിലുമുള്ള ചികിത്സകൾ നൽകുന്നു, വിദഗ്ധരുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തെ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായി എന്നടക്കമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്. അതിനുശേഷം സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഉന്നതരായ ആളുകൾ പലരും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ, അത് ലഘുവായ കുറിപ്പായാണ് ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മെച്ചമാവുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്തിട്ടില്ല, വിദഗ്ധമായ ചികിത്സാ ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് കാണിച്ചുള്ള ആ കുറിപ്പാണ് ഉണ്ടായത്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഒരു 6:30 അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമെന്നാണ് നേരത്തെ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും അതിൽ നമുക്ക് ആ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ആരോഗ്യനില അങ്ങേയറ്റം വഷളായി തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി ശ്വസിക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ശ്വസന സഹായിയോടുകൂടിയാണ് ഇപ്പോൾ ശ്വസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഞ്ചിനും മറ്റുമൊക്കെ നീർക്കെട്ട് വല്ലാത്ത രീതിയിൽ വന്നിരുന്നു. അതൊക്കെ ആ രീതിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും വിദഗ്ധർ ഓരോ നിമിഷവും ഓരോ ഇടവേളകളിൽ അദ്ദേഹത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. താനും കഴിഞ്ഞ 15-നാണ് ഹൃദയ സ്തംഭനത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം കുറച്ച് നാളുകളായി തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഗുരുതരാവസ്ഥയിലേക്കും മറ്റുമൊക്കെ നീങ്ങുകയും പിന്നീട് രോഗം ഭേദമായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് 15-ാം തീയതി ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, A.K. ശശീന്ദ്രൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി സംസാരിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള അദ്ദേഹത്തെ കാണാനെത്തിയത്. സംവിധായകനായ ഹരിഹരൻ, നടൻ വിനീത് തുടങ്ങിയവരൊക്കെ ബന്ധുക്കളെ കാണുകയും അവരോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അദ്ദേഹത്തെ സംസാരിച്ച് മടങ്ങുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. അല്പസമയത്തിനകം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രാർത്ഥനയോടെയാണ് കേരളക്കര കാത്തിരിക്കുന്നത് എം.ടി. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ.